എമു വളർത്തലിൽ നേട്ടം കൊയ്യുകയാണ് മൊറാഴ കൂളിച്ചാലിലെ ഇബ്രാഹിം കുട്ടി. വിനോദത്തിനായി തുടങ്ങിയ എമു വളർത്തൽ ഇന്ന് മികച്ച വരുമാനം കൂടി കിട്ടുകയാണ് ഇദ്ദേഹത്തിന്. മുട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് ഇബ്രാഹിം കുട്ടി പറയുന്നു. വിദേശത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഇബ്രാഹിം കുട്ടിക്ക് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാൽ എമു വളർത്തണമെന്ന മോഹമുദിച്ചത്. അങ്ങനെ എവിടെ കിട്ടുമെന്നായി ചിന്ത. ഒടുവിൽ മലയാറ്റൂരിലെത്തി 4 എമുക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. വളർത്തി മുട്ട വിരിയിച്ചു. അങ്ങനെ 29 എണ്ണം വരെയായി. റാട്ടറ്റ് വിഭാഗത്തിൽപ്പെട്ട കാട്ടുപക്ഷിയാണ് എമു. ഏതു പ്രതികൂല സാഹചര്യങ്ങളുമായി ഇണങ്ങാനുള്ള കഴിവ്, ഉയർന്ന രോഗപ്രതിരോധ ശക്തി എന്നിവ ഇവയുടെ പ്രത്യേകതകളാണ്. ഏറെ ഔഷധ ഗുണമുള്ളതിനാൽ മുട്ടയ്ക്കാണ് ആവശ്യക്കാരേറെ. ഒരു മുട്ടയ്ക്ക് 1000 രൂപയാണ് വില. ഒരെണ്ണം ശരാശരി 750 മുതൽ 800 ഗ്രാം വരെ തൂക്കമുണ്ടാകും. ഉത്തർപ്രദേശിലേക്കാണ് പ്രധാനമായും മുട്ടകൾ കയറ്റി അയക്കുന്നത്. നമ്മളെ സിനിമ നടൻ ജഗതി ശ്രീകുമാറിനെ ഈ മണക്കടവിലുള്ള സെബാസ്റ്റ്യൻ വൈദ്യർ ചികിത്സിച്ചിരുന്നു. അപ്പോൾ അയാൾ ആ ചികിത്സക്ക് ആദ്യമൊക്കെ മുട്ട ആഫ്രിക്കയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ എൻ്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്താണ് പിന്നെ മുട്ട കൊണ്ടുപോകാറ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മുട്ടയ്ക്ക് ഭയങ്കര പ്രതിരോധ ശക്തിയും ഇതുമാണ് ഒക്കെയാണ് അവർ പറയുന്നത്, അവരുടെ ചികിത്സാ രീതി. അങ്ങനെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് ഒരു മുട്ട 5 ദിവസമാണ് ഒരാൾ കഴിക്കേണ്ടത് മരുന്നെന്ന രീതിയിൽ. ഇതിന് ഭക്ഷണം പിന്നെ ഇലവർഗ്ഗങ്ങളും പിന്നെ ഒരു ഫീഡുണ്ട്, റയൽ പല്ലറ്റ് എന്ന് പറയും, ലയർ പല്ലറ്റ് എന്ന് പറയും, അതുമാണ് കൊടുക്കുന്നത്. പിന്നെ വെള്ളവും ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇവിടെ 2 ബക്കറ്റിൽ വെള്ളം വെക്കും, ഇട്ട് കൊടുക്കും. അപ്പോൾ 1-2 ദിവസം ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള ഇങ്ങനെ ഇളകി മേയുന്നതുകൊണ്ട് അവർ ആവശ്യമുള്ള കഴിച്ചോളും. പാലിയേറ്റീവ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇബ്രാഹിം കുട്ടി. കേവലം വിനോദത്തിനപ്പുറം മികച്ച വരുമാന മാർഗം കൂടി നേടിത്തരുന്നതാണ് എമു വളർത്തൽ. ഇനി ഒട്ടകപ്പക്ഷികളെ കൂടി വളർത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. തളിപ്പറമ്പിൽ നിന്നും അമൽ രാമചന്ദ്രൻ, കണ്ണൂർ വിഷൻ.